ഇതാണ് നമ്മുടെ കല്ലട വീട്. കല്ലട വീടിൻ്റെ ഗേറ്റാണിത്. ഗേറ്റ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡാണ്. ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും നമ്മുടെ വീട്ടിലോട്ട് എത്തും, കുണ്ടറ എത്തും. ഇടത്തോട്ട് പോയാൽ പൊരീക്ക വഴി, ഇനി വലത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റുമല വഴി. ഇല്ലയോ? കറക്റ്റ് അല്ലേ? ഇതാണ് നമ്മുടെ കട. ഇതാണ് കട. ഇതാണ് കല്ലട വീട്. ഇതാണ്ട് കുറ്റിമുല്ല ഉണ്ട് ഇവിടെ. ഇതിനകത്തു നിന്നാണ് മുല്ലപ്പൂ പറിച്ച് ഇവിടെ വെച്ചേക്കുന്നത്. ഒരാളിവിടെ നിൽപ്പുണ്ട്, പുറകുവശം കാണട്ടെ. നോക്കട്ടെ, മുല്ലപ്പൂ നോക്കട്ടെ, നോക്കട്ടെ മുല്ലപ്പൂ നോക്കട്ടെ. മുല്ലപ്പൂ കാണട്ടെ, കാണട്ടെ മുല്ലപ്പൂ. അതാണ്ടേ, കണ്ടോ? കല്ലട മുല്ലപ്പൂ വെച്ചൊരു കക്ഷിയാണ് ഇപ്പം വളരെ പെട്ടെന്ന് കണ്ടത് നമ്മൾ. കണ്ടേ? ഇവിടെ വീടാണ്. ഇതാണ് സ്കൂളപ്പച്ചനല്ല, അപ്പച്ചനും താമസിക്കുന്ന വീടാണിത്. ഇതാണ് കോമ്പൗണ്ട് കംപ്ലീറ്റ്. ഇതാണ് പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ അതൊന്നും ഇല്ല, ഇരുത്തിലാണത് കാണുന്നത്. ഇപ്പോൾ ഇവിടെ കൊലച്ച് നിൽക്കുന്ന വാഴയൊക്കെ ഉണ്ട്. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ക്ലിയർ ആണോ? ഓക്കെ. കൊലച്ചിരിക്കുന്ന വാഴ ഇനി ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞാൽ അത് പഴമാവും. അപ്പം നമുക്ക് കഴിക്കാം വാഴപ്പഴം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗേറ്റ്. വീട്ടിൻ്റെ ഇതാണ് തട്ടയ്ക്കാട്ട് വീട്. ആണോ? തട്ടയ്ക്കാട്ട് സ്പെല്ലിങ് വായിക്കാമല്ലോ. ആണ് ബെല്ലടിക്കാൻ നിൽക്കുന്നതാണ് കക്ഷി. ആരാണെന്ന് അറിയാമല്ലോ. വീട്ടു നമ്പർ വേണോ? ഏതെങ്കിലും കാര്യത്തിൽ വീട്ടു നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു നോക്കാം. കിഴക്കേ കല്ലട ഗ്രാമപഞ്ചായത്ത് 2003. ഇന്ന് 2007. എത്ര ഡേറ്റ്? 11 ഏപ്രിൽ, ശനിയാഴ്ച. അതായത് ഈസ്റ്ററിൻ്റെ തലേന്നാണ്. ഇത് മാറ്റേണ്ട സമയമായി. ഇത് സാരമില്ല, പിന്നെ മാറ്റാം. ഇതാണ് നമ്മൾ കടന്നിങ്ങനെ വരികയാണ്. ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അപ്പച്ചൻ. അപ്പച്ചൻ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ചു നേരം വിശ്രമിക്കുന്ന ഇവിടെ. അപ്പച്ചൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പച്ചനെ പറ്റി ഒരു 2 വാക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കാവോ? അപ്പച്ചൻ പറഞ്ഞോ. കൊമ്പുമാറ്റ് പ്രിയയുടെ കൊച്ചുമോള് കൊമ്പ് വെക്കുക അപ്പച്ചനെ. അപ്പച്ചൻ ഏത് സ്കൂളിലായിരുന്നു ഹെഡ് മാസ്റ്റർ? ഹെഡ് മാസ്റ്ററായിട്ട് കിഴക്കേ മാറനാട് LPGS. ഓക്കെ. പിന്നെ അധ്യാപനം നടത്തിയത് വേറെ സ്കൂളുകളിൽ? എന്താണ് ജോലി? എനിക്ക് 20 വർഷത്തോളം ഈ കിഴക്കേക്കളുടെ ഗവൺമെന്റ് LPSലായിരുന്നു. കിഴക്കേക്കളുടെ ഗവൺമെന്റ് LPS 20 വർഷത്തോളം. 1978 എനിക്ക് പ്രൊമോഷൻ കിട്ടിയത്. 1978 പ്രൊമോഷൻ കിട്ടി. ഓക്കെ. 82 ഞാൻ റിട്ടയർ ചെയ്തു. ഓക്കെ. 82 റിട്ടയർ ചെയ്തു. വിശ്രമ ജീവിതം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ജീവിതം? കൊച്ചുമക്കളൊക്കെ പറഞ്ഞാ കേൾക്കുന്നില്ല. ഇച്ചിരി വികൃതിയായോ? അപ്പച്ചന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ ഇപ്പം? ഒരു പ്രഷർ ഉണ്ട്. ഒരു ദിവസം ഒരു ഗുളിക കഴിക്കും. ആണല്ലേ? അപ്പൊ സ്കൂളമ്മ ഉണ്ടായോണ്ട് അത് പരിചരണം കുഴപ്പമില്ല. പിന്നെ സോളിച്ചാനും ഭാര്യ ഉണ്ടായോണ്ട് നോക്കും അല്ലയോ? ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എരുത്തില. ഇതിന്റെ പണ്ട് നമുക്ക് ഒത്തിരി പശുവൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അറിയാവുന്ന സമയത്ത് എരുത്തിലുണ്ടായിരുന്നാണ്ട് ഇവിടെ ആയിരുന്നു. തുറുവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനകത്ത് കച്ചിയില്ലാത്തൊരു തുറുവാണ്. അപ്പച്ചൻ അത് എല്ലാവിധ ആശംസകളും TV-യിലാക്ക വെച്ചിട്ട് ഞാൻ അപ്പച്ചനെ കാണിച്ചു തരാം, കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് കേട്ടോ. അപ്പൊ കുറച്ചു നേരം വിശ്രമിക്കും. അപ്പൊ ഞങ്ങള് ബാക്കി റെക്കോർഡ് ചെയ്തിട്ട് വരാം. ഓക്കെ. വാ കമോൺ. രണ്ട് കോഴികളുണ്ട്. ഒന്ന് വൈറ്റ്, ഒന്ന് ബ്ലാക്ക്. വൈറ്റ് കോഴി പെടക്കോഴിയാണ്. ബ്ലാക്ക് പൂവൻ കോഴിയാണ്. ഇത് എങ്ങനെ ആയാലും ഇത് വൈറ്റ് മുട്ട മാത്രമേ ഇടത്തുള്ളൂ. അത് എന്തുകൊണ്ടാന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല.
കൊക്കരക്കോക്കു. ബ്ലാക്ക് കോഴിയും വൈറ്റ് മുട്ട ഇടത്തുള്ളൂ. വൈറ്റ് കോഴിയും ബ്ലാക്ക് മുട്ട ഇടത്തില്ല. അതും വൈറ്റ് മുട്ട തന്നെ ഇടത്തുള്ളൂ. ആണ് ഇതാണ് നമ്മുടെ കരിക്കിൻ്റെ ഒരു കളിയാണ് ഇവിടെ മൊത്തം. ഇതാണ് അപ്പച്ചനും സൂപ്പർ അമ്മച്ചിക്കും കരിക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെയാണ് ഈ കരിക്കുകളൊക്കെ ഞങ്ങൾ കുറേ കഴിച്ചിട്ടുള്ളതാണ്. ഇവിടെ എല്ലാം ഇതിലെല്ലാം കരിക്കുക. സൂപ്പർ തെങ്ങും കരിക്കുക അതിനകത്ത് മൊത്തം. ഇതും കൂടെ എടുക്ക്. ആ ഇവിടാണ്. അമ്മച്ചിയുടെ ഇതായിരുന്നു ഒരു കാർ ഷെഡ്. അല്ല സ്കൂട്ടർ ഷെഡ്. ഇവിടെ സ്കൂട്ടർ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം സ്കൂട്ടറൊന്നും ഇല്ല. ഇത് കംപ്ലീറ്റ് വെള്ളമൊക്കെ. അമ്മച്ചിക്കും ആ ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം അതിനകത്തല്ലേ. ഒന്ന് പറഞ്ഞേ എന്തോന് വേണ്ടിയിട്ടാ ഇത്? വേണ്ട വേണ്ട പറഞ്ഞു. ഇതെന്തോ പാവയ്ക്കായോ? അല്ല, പടവലങ്ങ. പടവലങ്ങയോ? ഇതാണ് പാവയ്ക്ക. ഇത് കുഞ്ഞു പാവയ്ക്ക. എന്തിനാട്ട് കുഞ്ഞു പാവയ്ക്ക ഉണ്ടോ അതിനകത്ത്? പൊട്ടിക്കണ്ട അച്ചോ, അങ്ങനെ അച്ചോ. ആ ഓക്കെ. ഇതാണ് കുഞ്ഞു പാവയ്ക്ക. കുഞ്ഞു പാവയ്ക്ക ആയിക്കഴിഞ്ഞു ഇത് കുറച്ചുകൂടെ ദിവസം കഴിയുമ്പോൾ വലുതാവുമല്ലോ. ഇനിയിപ്പോൾ അത് പണ്ടായി പോകും. കൊത്താതെ ഇങ്ങനെ നന്നായിട്ടൊന്ന് വെച്ചേക്ക്. ആ അത് കറക്റ്റാക്കി വെച്ചേക്ക്. അല്ലെങ്കിൽ നമ്മുടെ സോളിച്ചാൻ വന്നിട്ട് ഇതാരാണിത് ചെയ്തത് എന്ന് ചോദിക്കും. ഇവിടെ ഒരു സൂപ്പർ പേരമരം ഉണ്ടായിരുന്നു. പേരയ്ക്കാടെ ഒരു ബഹളമായിരുന്നു അല്ലേ? ഇവിടുത്തെ പേരയ്ക്ക കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അയ്യോ, ഈ പേരയ്ക്ക കഴിക്കേണ്ട ഒരു പേരയ്ക്ക തന്നെയായിരുന്നു. പക്ഷെ ഈ പേരയ്ക്കയുടെ കുഞ്ഞു പേരയ്ക്കാണ് ഇപ്പൊ കിളിച്ച് നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയ പേരയ്ക്ക മരം ഉണ്ടായിരുന്നു, അത് പോയി. അത് സാരമില്ല. ഇത് ചാമ്പയ്ക്ക ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ചാമ്പയ്ക്ക ഉണ്ട് അതിനകത്ത്. ഇതും സൂപ്പർ ചാമ്പയ്ക്ക. ചാമ്പയ്ക്കയുടെ മരം. ഇത് മരം ചാമ്പയ്ക്കയുടെ. പക്ഷെ ഇവിടെ ഇപ്പൊ 2 ചാമ്പയ്ക്കയുണ്ട്. കോഴികൾ വീണ്ടും നമ്മളെ തന്നെ നിൽക്കുകയാണ്. മിക്കവാറും ഇത് ചിക്കൻ ബിരിയാണി ആവുന്നോന്ന് എനിക്കൊരു ലക്ഷണമുണ്ട്. കാരണം മമ്മി, കാരണം അമ്മ ബീഫ് കഴിച്ചിട്ട് എല്ല് കൊണ്ടുവന്ന് ചിക്കൻ ഇട്ട് കൊടുത്തു. അപ്പോൾ തൊണ്ടയ്ക്ക് ഒരുങ്ങി മിക്കവാറും വൈകിട്ടത്തേക്ക് ചിക്കൻ ബിരിയാണി ആവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കിണർ അല്ലേ? എന്താണിത്? കിണർ. ഇത് കുഞ്ഞു കിണറായത്. കുഞ്ഞു കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും ആഴമില്ല. ഉണ്ടോ? എല്ലാവർക്കും കാണാമല്ലോ. ആണോ? യോ പോയനെ. ഉണ്ടോ? ഇവിടുത്തെ ഒരു ബാത്റൂമാണ്. ഇത്രയും വലിയൊരു ബാത്റൂം എങ്ങും കാണാൻ പറ്റത്തില്ല. കുളി കാണാൻ. ഇതിനകത്തോട്ട് വല്ലതും ഇട്ടിട്ടുണ്ടോ? ഇല്ല. ഇത് വലിയൊരു ബാത്റൂം. ഒരു 10 അടി ഉള്ളൊരു ബാത്റൂമാണ്. അങ്ങനെ ഇത് നമ്മുടെ പറമ്പാ ഫുള്ള്. തുണി നനയ്ക്കുന്ന ഭാഗമാണ് ആ കാണുന്നത്. അവിടെ നിന്ന് തുണി നനയ്ക്കാം നമുക്ക്. പിന്നീട് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇതൊരു 4 കെട്ട് സ്റ്റൈലിലായി വീട് പണിഞ്ഞേക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് വേറൊരു മുറിയാ. താക്കോലുണ്ടോ? ആ ഇതാണ് പണ്ട് വീടുണ്ടായിരുന്നത്. ഫസ്റ്റ് വീട് ഇതാണ്. അത് തടി വെച്ചുള്ള ജനലാണത്. പിന്നീട് എന്താണ് ഇതിപ്പം തുറന്നു കിടക്കുവാണോ? ഇവിടെ സോളിച്ചാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് നേരത്തെ. ഇപ്പോൾ ഇത് ഇതിനകത്ത് ബാത്റൂം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊരു വീടാണ്. ഇതൊരു കുഞ്ഞു വീടാണ്. അമ്മ ഉടുപ്പ് കാത്തിട് അമ്മേ. ആയെന്ന് ഉടുപ്പ് കാത്തിട്ട്. അതാണ്ടേ ഇതാണ് ഫ്രണ്ട് വീടിൻ്റെ പുറം ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വീട്. ഇവിടെ ഇപ്പം ഞാൻ പ്ലെയിനായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വീണ്ടും ഒരു വീടുണ്ടായിരുന്നു. അത് പൊളിച്ചു കളഞ്ഞ്. അതിൻ്റെ അസ്ഥി വഞ്ചരങ്ങളൊക്കെ ആണെങ്കിൽ കണ്ടു. ഇതാണ് അതിൻ്റെ അസ്ഥി വഞ്ചരങ്ങൾ. വേണ്ട ഇങ്ങനൊരു സംഭവമായിരുന്നു ഇവിടെ ഉള്ളത്. വേണ്ട ഇതാണ് സംഭവം. ഇതാണ് വേറൊരു. ഇത് അതിൻ്റെ ചുറ്റു വീടാ. ഇങ്ങനെ ആരും കണക്ട് ചെയ്തിരിക്കുവായിരുന്നു. ഒന്ന് ഇതിങ്ങനെ ഊരൊരു ബാത്റൂമൊക്കെ കാണാം. ഇങ്ങനൊരു സംഭവമാണ്. ഇതൊരു വീടായിരുന്നു. രണ്ട് കിണർ. വീണ്ടും കറങ്ങി നമ്മൾ സ്കൂട്ടർ ഷെഡ്, പാവയ്ക്ക കൃഷി. പിന്നെ വീണ്ടും ഇത് നമ്മുടെ ഫസ്റ്റ് മെയിൻ വീട്. ഇങ്ങനെയാണ് ഫുള്ള്. ഇനി മുകളിലേക്ക് പോകണോ? എന്നെ തെള്ളിക്കൊണ്ട് പ്രിയ മുകളിലോട്ട് വരികയാണ്. തെന്നി വീഴാതെ നോക്കുക. തിരിച്ചു വരുമ്പോൾ നമുക്ക് മാവൊക്കെ ഒന്ന് കാണാം. മുകളിൽ എന്താണുള്ളത്? കൊപ്ര വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോ മാറ്റിക്കണം. ആണോ? തെന്നി വീഴാതിരിക്കേണ്ടിയേ സൂക്ഷിക്കേണ്ടിയേ നമ്മളാണ്. തെന്നി വീണ് കഴിഞ്ഞാൽ പിന്നെ